السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരുടെ മഹത്തുക്കളുടെ അനുസ്മരണമായി സംഘടിപ്പിക്കപ്പെട്ട ഉറൂസ് പരിപാടിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ സർവ നിയമങ്ങളും സർവവിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും പരിപൂർണമായി അന്ത്യനാൾ വരെയുള്ള സർവ്വജനങ്ങൾക്കും ലഭ്യമാകുന്ന വിധം പഠിപ്പിച്ചിട്ടുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് വെച്ച് വഅദ് പറഞ്ഞിരുന്നു. ബാബു മൗഇദത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബരി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു. ഖബറിന്റെ സമീപത്ത് വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് പറഞ്ഞതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പഴയകാലം മുതലേ മഹാന്മാരായ ആളുകളുടെ ഖബറിന്റെ സമീപത്ത് വഅദ് പറയൽ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ശുഹദാക്കളുടെ ഖബർ കൊല്ലത്തിലൊരു പ്രാവശ്യം പ്രത്യേകമായി സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു കസീറിനെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പൊ വർഷത്തിലോ 2 വർഷത്തിലോ 5 വർഷത്തിലോ അങ്ങനെ പ്രത്യേകമായി സിയാറത്ത് ചെയ്യുകയും മഹാന്മാരുടെ ഖബറിങ്കിൽ പോവുകയും ചെയ്യുക എന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചര്യയായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ഖബറിന്റെ സമീപത്ത് വഅദ് സംഘടിപ്പിക്കലും അവരെ അനുസ്മരിച്ചുകൊണ്ട് ഡേറ്റ് നിശ്ചയിച്ച് പ്രത്യേകം സിയാറത്ത് ചെയ്യലും എല്ലാം പഴയ കാലത്തെ നടന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവൃത്തികളും അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നീണ്ട സമയം പ്രസംഗിക്കാൻ ചെറിയ പ്രതിബന്ധം ഉണ്ട്. എനിക്ക് നിർബന്ധമായും 11 മണിയുടെ ട്രെയിനിന് മംഗലാപുരത്ത് നിന്ന് പോകണം. അതുകൊണ്ട് കുറഞ്ഞ സമയം സംസാരിക്കുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യൻ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. കാരണം വളരെ വ്യക്തമാണ്. അല്ലാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനേക്കാൾ ബഹുമാനമുള്ള വേറെ ഒരു സൃഷ്ടിയും ലോകത്ത് ഇല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, പക്ഷേ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ അല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഖുൽ പറയൂ നബിയെ, ഇന്നമാ അന ബശർ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ മാത്രമാണ്, ഞാൻ ജിന്നല്ല, ഞാൻ മലക്കല്ല, ഞാൻ ദൈവമല്ല, ദൈവാവതാരമല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്. പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ അല്ല. നിങ്ങൾ മനുഷ്യനായതുപോലെ മിഥിലുക്കും, നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ്. നിങ്ങൾ ജിന്നുകളല്ല, നിങ്ങൾ മലക്കുകളല്ല, നിങ്ങൾ മനുഷ്യരാണ്. നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യൻ മാത്രമാണ്. പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ അല്ല. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങൾക്ക് ലഭിക്കാത്തത് എനിക്ക് ലഭിക്കും. എനിക്ക് വഹി അറിയിക്കപ്പെടും. വഹി കൊണ്ടുവരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കാണ്. ആ മലക്കിനെ ഒരു സാധാരണ മനുഷ്യന് കാണാൻ കഴിയില്ല. ആ മലക്കിന്റെ ശബ്ദം കേൾക്കാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. ഒരു സാധാരണ മനുഷ്യന് ആ മലക്കുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യൻ അല്ല. മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് വഹി ലഭിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എനിക്ക് വഹി ലഭിക്കുന്ന ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായ കാര്യം അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ ഇലാഹ് അവൻ ഏകനായ അല്ലാഹു മാത്രമാണ്. അവൻ മാത്രമേ ഇലാഹുള്ളൂ, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ. ഇത് മലക്ക് മുഖേന എനിക്ക് ലഭിക്കുന്ന വഹിയാണ്. ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ അമ്പിയാക്കളും ലോകത്ത് പഠിപ്പിച്ച ആശയമാണ്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ഈ തത്വം ഏറ്റവും പ്രധാനമായി എനിക്ക് വഹി അറിയിക്കപ്പെടും. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്ന വഹി. മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു, അറിയിച്ചു കൊടുക്കുന്നു. ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നു. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. ഓ നബിയേ,
ആവശ്യമുള്ള സർവ്വ വിഷയങ്ങളും അങ്ങയ്ക്ക് നേരത്തെ അറിയാത്ത മുഴുവൻ കാര്യങ്ങളും അങ്ങയ്ക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. അങ്ങയ്ക്ക് അല്ലാഹു തആല തന്ന ബഹുമാനം, അങ്ങയ്ക്ക് അല്ലാഹു തന്ന ഔദാര്യം അത് വളരെ മഹത്തരമാണ് നബിയേ. ലോകത്ത് ആർക്കും കൊടുക്കാത്ത, ആർക്കും ലഭ്യമല്ലാത്ത സ്ഥാനമാനങ്ങൾ മുഴുവനും നൽകപ്പെട്ട നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ്. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ലോകപ്രശസ്തമായ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. ഈജിപ്തിലും മക്കയിലുമൊക്കെയുള്ള പണ്ഡിതന്മാർ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയ ഫത്ഹുൽ മുഈനി കിതാബുൻ ശൈലുഹു വജബു ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഅവി കുതുബു എന്ന് പറഞ്ഞ അത്ഭുതകരമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഫത്ഹുൽ മുഈൻ രചിച്ച മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യ രാജ്യം വൈദേശികാധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്നപ്പോൾ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷുകാര് വന്ന് ഭരണം നടത്തിയപ്പോൾ, ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും വന്നപ്പോൾ അവർക്കെതിരെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യം മോചിപ്പിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതേ ഗാന്ധിജി അടക്കം മൗലാനാ മുഹമ്മദ് അലി അടക്കം പലരും പരിശ്രമിച്ചത്. അവരൊക്കെ പരിശ്രമിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതേ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇന്നും അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം, അറബിയിലുള്ള ആ ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനം പല കോളേജുകളിൽ, ലൈബ്രറികളിൽ സൂക്ഷിച്ചത് കാണാം. ആ തുഹ്ഫത്തുൽ മുജാഹിദീൻ അടക്കമുള്ള എത്രയോ ഗ്രന്ഥങ്ങൾ രചയിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് രചിച്ചപ്പോ അതിൽ മഹാനവറുകൾ ചൊല്ലിയ വരിയാണ് അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും സന്തോഷമാണ്, അവരുടെ മനസ്സിൽ വല്ലാത്ത ഉല്ലാസമാണ്, ആഘോഷമാണ്. കാരണം മനുഷ്യ സമൂഹത്തെ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും ഈ ലോകത്തിന് വിതരണം ചെയ്ത നേതാവിന്റെ ജന്മദിനമാണല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ സുഹൃത്തുക്കളെ, ലോകം മുഴുക്കെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ സർവമതക്കാരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് നോക്കും. ഈ ഗ്ലാസിലെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ പാത്രം കമിഴ്ത്തിപ്പിടിച്ചാൽ, അല്ലെങ്കിൽ പാത്രം ചൊരിച്ചു പിടിച്ചാൽ ആ പാത്രത്തിൽ വെള്ളം ലഭിക്കുകയില്ല. ഇതുപോലെ ഒരാൾ സംസാരിക്കുമ്പോ നമ്മൾ തിരിഞ്ഞും പറഞ്ഞൊക്കെ അങ്ങനെ നോക്കിയാൽ ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഹൃദയമാകുന്ന പാത്രത്തിൽ കിട്ടുകയില്ല. അതുകൊണ്ട് ഇരിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് നോക്കാം, വേറെ എന്ത് സംഭവം നടന്നാലും. ഞാൻ പറഞ്ഞു വന്നത്, ഓ സഹോദരന്മാരെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു സത്യമായ ആശയം ലോകത്ത് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു ജല്ല ജലാലുഹു യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. പരിശുദ്ധ ഖുർആൻ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം, ഖുർആൻ സാക്ഷിയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു ഇന്നക ലമിനൽ മുർസലീൻ. ഓ നബിയേ, തങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹു തആല നിയോഗിച്ചയച്ച മുർസലീങ്ങളിൽ പെട്ടവരാണ് നിശ്ചയം. അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല, മുർസലീങ്ങളിൽ പെട്ട ആളാണ്. അതിന് ഖുർആൻ സാക്ഷിയാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം അതേ മക്കയിൽ ജീവിച്ചു. ആ 40 കൊല്ലവും അവിടെ ജീവിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലും, ഒരു ചെറിയ തെറ്റ് പോലും, ഒരു ചെറിയ കളവ് പോലും അവിടുത്തെ ജീവിതത്തിൽ കണ്ടെത്താൻ ഒരു വ്യക്തിക്കും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണല്ലോ സൂറത്ത് യൂനുസിൽ അല്ലാഹു പറഞ്ഞു ഖുൽ ലൗ ശാഅല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഖിലൂൻ. ഞാൻ വെറുതെ കള്ളം പറയുന്നതല്ല, അല്ലാഹു എന്നെ പറഞ്ഞേച്ചു എന്ന് വെറുതെ പറയുന്നതല്ല, ഞാൻ ഈ പരിശുദ്ധ ഖുർആൻ സ്വന്തമായി കെട്ടി ഉണ്ടാക്കിയതല്ല. നിങ്ങൾക്കറിയില്ലേ, അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരില്ലായിരുന്നു. വലാ അദ്റാകും ബിഹി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിവരം തരികയും ഇല്ലായിരുന്നു. ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി, ഈ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാൻ തുടങ്ങിയത് 40ാമത്തെ വയസ്സ് മുതൽക്കല്ലേ. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓതി തന്നിട്ടില്ലല്ലോ, അതിനു മുമ്പ് ഞാൻ ഉത്ബോധനം നടത്തിയിട്ടില്ലല്ലോ, അതിനു മുമ്പ് ഞാൻ പ്രബോധനം നടത്തിയിട്ടില്ലല്ലോ. ഞാൻ എന്റെ ജീവിതത്തിൽ 40 കൊല്ലം ഒരു കള്ളം പറഞ്ഞിട്ടില്ല, ഒരു വഞ്ചന നടത്തിയിട്ടില്ല, ഒരു വാക്ക് ലംഘിച്ചിട്ടില്ല, ഒരു കുടുംബ ബന്ധം മുറിച്ചിട്ടില്ല, ഒരയൽവാസിയെ ശല്യം ചെയ്തിട്ടില്ല, ഒരാളെയും ആക്രമിച്ചിട്ടില്ല, ഞാൻ അനാവശ്യമായ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ലഹരിയും ഒരു മദ്യവും ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ അല്ലാഹുവിനല്ലാതെ ആരാധന നടത്തിയിട്ടില്ല. ഞാൻ എന്റെ സ്വഭാവത്തിൽ 40 കൊല്ലം ജീവിച്ചപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിരുന്നോ? ഒരു ന്യൂനതയുമില്ലാതെ ഒരു യതീമായി വളർന്ന ഞാൻ അതാ വളരെ സംസ്കാര സമ്പന്നനായി ഏറ്റവും ഉയർന്ന സ്വഭാവത്തിലായി ജീവിച്ചു വളർന്നു. 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഓതിത്തരുന്നത്. വാസ്തവത്തിൽ ഞാൻ വായിക്കാൻ പഠിച്ചിട്ടില്ല, എഴുതാൻ പഠിച്ചിട്ടില്ല. 40 കൊല്ലത്തോളം എഴുത്തും വായനയും ഒന്നും പഠിക്കാത്ത ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുന്ന, എല്ലാ ഗ്രന്ഥകാരന്മാരെയും വെല്ലുവിളിക്കുന്ന ഏറ്റവും ബൃഹത്തായ പരിശുദ്ധ ഖുർആൻ, ഞാനൊരു പാട്ടുകാരനല്ല. അതെ, ഞാൻ അതുപോലെ അതാ നിങ്ങൾക്ക് നേരത്തെ കാവ്യം രചിച്ചു തന്നവനല്ല. അങ്ങനത്തെ ഞാൻ ലോകത്ത് ഏറ്റവും ശ്രവണ മധുരമായ, ഏറ്റവും സാഹിത്യ സമ്പുഷ്ടതയുള്ള, ഏറ്റവും ആശയ ഗാംഭീര്യമുള്ള പരിശുദ്ധ ഖുർആൻ
ഖുർആൻ 40ാമത്തെ വയസ്സിൽ അല്ലാഹു എന്നെ നിയോഗിച്ചത് മുതൽ ഞാനിത് നിങ്ങൾക്ക് ഓതിത്തരുന്നു. ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചവനല്ലേ 40ഓളം കൊല്ലം. അന്നൊന്നും നിങ്ങൾ കാണാത്തതല്ലേ ഇപ്പോൾ എന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അഫലാ തഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആ പരിശുദ്ധ ഖുർആൻ അത് ഇറങ്ങിയ കാലം മുതലേ എതിരാളികളുണ്ട്, ശത്രുക്കളുണ്ട്. പക്ഷേ ആ ഖുർആൻ നടത്തിയ വെല്ലുവിളി ഇന്ന് വരെ നേരിടാൻ ലോകത്ത് ഖുർആനിന്റെ ഒരു വിരോധിക്കും കഴിഞ്ഞില്ല. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്. ഈ പരിശുദ്ധ ഖുർആനിലെ 114ഓളം വരുന്ന അധ്യായങ്ങൾ, അതിലേറ്റവും ചെറിയ അധ്യായമായ ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന സാനിയക ഹുവൽ അബ്തർ എന്ന ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്തിന്റെ വലിപ്പത്തിലെങ്കിലും ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചിട്ട് ഇന്നേ വരെ ഇസ്ലാമിന്റെ വിരോധികൾക്കാർക്കും തന്നെ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നിരപരാധികളായ പിഞ്ചുമക്കളെ മുസ്ലിമീങ്ങളായി പോയി എന്നതിന്റെ പേരിൽ ഫലസ്തീനിന്റെ മണ്ണിൽ ഗസയിൽ കൊന്നൊടുക്കാൻ കഴിയുന്ന ഇസ്രായേലുണ്ട്. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിമിന്റെ പേരുള്ളവരും അല്ലാത്തവരുമുണ്ട്. മുസ്ലിമീങ്ങളിൽ ആരാണോ തീവ്രവാദികൾ, ആരാണോ ഭീകരവാദികൾ, ആരാണോ വർഗീയവാദികൾ, അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് കേട്ടോ. കാരണം ഇസ്ലാമിനെ മറ്റുള്ള ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നത് അവരുടെ തോന്നിവാസങ്ങളല്ലേ, അവരുടെ അക്രമങ്ങളല്ലേ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, പെഷവാറിൽ ചെറിയ പിഞ്ചുമക്കൾ, സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പിഞ്ചുമക്കളെ അതാ ബോംബിട്ട് കൊല്ലുന്നതിന് ഒരു മടിയും കാണിക്കാത്ത തീവ്രവാദികളെ കണ്ടില്ലേ. അവർ ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ചവരാണെങ്കിൽ അത് അതാ നമ്മുടെ ഇസ്ലാമിനെ മറ്റുള്ളവര് തെറ്റിദ്ധരിക്കാൻ അത് കാരണമാകൂലേ. ഇസ്ലാം എത്ര സുന്ദരമായൊരു മതമാണ്, എത്ര സുന്ദരമായ വിശാലമായ കാഴ്ചപ്പാടാണ്. ഓ ജനങ്ങളെ, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. പരിശുദ്ധ ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് പഠിപ്പിച്ചത്. നിങ്ങളെ ആക്രമിക്കാത്ത, നിങ്ങളെ മർദ്ദിക്കാത്ത, നിങ്ങളെ നാടുകളിൽ നിന്ന് അടിച്ചു പുറത്താക്കാത്ത, നിങ്ങളോട് സഹകരണത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കരാറിലുമായി നീങ്ങുന്ന അമുസ്ലിം സഹോദരന്മാർ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക, അവരോടും നീതി പുലർത്തുക. അത് അല്ലാഹു നിങ്ങൾക്ക് വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അല്ലാഹു നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് മാത്രം നന്മ ചെയ്താൽ പോരാ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മ ചെയ്യണം, എല്ലാവരോടും നീതി പുലർത്തണം എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ഓ സുഹൃത്ത്, ആ പരിശുദ്ധ ഖുർആൻ പുറകോട്ട് വലിച്ചെറിഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിന്റെ പേരും സ്വീകരിച്ച് അതാ പഠിക്കാൻ വേണ്ടി വരുന്ന പിഞ്ചുമക്കൾ സ്കൂളിലെത്തിയപ്പോ യാതൊരു ദയവുമില്ലാതെ അതേ ലോകത്ത് കഴിഞ്ഞു പോയൊരു ധിക്കാരി ഉണ്ടായിരുന്നു, ലോകത്ത് കഴിഞ്ഞു പോയൊരു അഹങ്കാരി ഉണ്ടായിരുന്നു. ഞാനാണ് ദൈവമെന്ന് ബാധിച്ച ആൾ ദൈവമായിരുന്നു. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ്
ആരാണ് ഉന്നതനായ രക്ഷിതാവ് എന്ന് ലോകരക്ഷിതാവായി ചമയാൻ ശ്രമിച്ച അതേ ഫിർഔൻ എന്ന് പറയുന്ന ഫറോവ ചക്രവർത്തി, ആ ഫറോവ ചക്രവർത്തി പിഞ്ചുമക്കളെ കൊന്നപ്പോൾ ആ പിഞ്ചുമക്കളെ കൊല്ലുന്നതിനെതിരെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള അമ്പിയാക്കൾ മഹാന്മാര് ശബ്ദിച്ചില്ലേ? ആ അമ്പിയാക്കളെ വഴിക്ക് എതിരായി നീങ്ങിയ ഫിർഔനിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് പഠിക്കാൻ വന്ന പിഞ്ചുമക്കളെ അതാ ഒരു ദയവില്ലാതെ അതാ കൊന്നുകളഞ്ഞ പെഷവാറിൽ, അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭീകരവാദികളുണ്ടല്ലോ, അവരല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു ശത്രു വിഭാഗം. കാരണം ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നത് അത്തരം ദുഷ്ചെയ്തികളല്ലേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ചവരോ അല്ലാത്തവരോ ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇസ്ലാമിനെ ദ്രോഹിക്കാനും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഇസ്രായേൽ അടക്കമുള്ള ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭീകരവാദികൾ അടക്കമുള്ള ഏതെല്ലാം കക്ഷികൾ ലോകത്തുണ്ട്, അബൂജഹൽ മുതൽ കിന്നേ വരെ ഉണ്ട്. പക്ഷേ ഇതുവരെ പരിശുദ്ധ ഇസ്ലാമിനെ ആശയപരമായി നേരിടാൻ ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചില്ല. പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഈ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ ഇന്നാ അഅ്തൈനാകൽ കൗസർ അതിന്റെ വലിപ്പത്തിലെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഇന്നുവരെ ആർക്കും കൊണ്ടുവരാൻ സാധിച്ചില്ല. ആ പരിശുദ്ധ ഖുർആൻ ദാമത്തിൽ ദൈന ഫഫാഖത് കുല്ല മുഅ്ജിസതി മിനൻ ബീലൈദ് ജഅത് വലം തദുമി. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ حبيبك خير الخلق كلهم. ആ ചെറിയ കുട്ടിക്കൊരു സംശയം. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്, ബേജാറാണ്. എന്താണ് സംശയം? ഉസ്താദ് ഒരു സലാത്തുകളോടൊന്നും എന്റെ മൗലായയാണ് ചൊല്ലിയത്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ധാരാളം വാചകങ്ങൾ ഉണ്ട്. അതിൽ ഒരു വാചകമാണ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. മൗലായ, എന്റെ സംരക്ഷകനായ അല്ലാഹ്, സല്ലി വസല്ലിം, നീ മഹത്തായ അനുഗ്രഹം ചൊരിയണം, നീ മഹത്തായ സമാധാനം നൽകണം. അലാ ഹബീബിക, നീ ഏറ്റവും ഇഷ്ടം വെച്ച നിന്റെ പ്രിയങ്കരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, ഖൈറുൽ ഖൽഖി കുല്ലിഹിം, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഒരു സ്വലാത്താണ് അത്. അതുപോലെ നമ്മൾ മൗലിദ് ഓതുന്നതിനിടയ്ക്ക് ചൊല്ലുന്ന എല്ലാ സ്വലാത്തുകളും യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അങ്ങനെ തുടങ്ങി ഏതെല്ലാം സലാത്തുകളുണ്ടോ എല്ലാ സലാത്തിനും ഒന്നിന് ചുരുങ്ങിയത് 10 പ്രതിഫലം. മൻ സല്ലല്ലാ അലൈഹി സലാത്തൻ സല്ലല്ലാഹു അലൈഹി അസ്റാ, ഒരു സലാത്തിന് 10 ഗുണം അല്ലാഹു തആല കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ പിന്നെ ഒരു മഖൂസ് മൗലിദ് ഓതിയാൽ എത്ര ഗുണ കിട്ടിയാന്ന് പറയണോ? ഒരു സലാത്തിന് തന്നെ 10.
ഒരു മങ്കൂസ് മൗലൂദിലേക്ക് എത്ര സലാത്തി ചൊല്ലിപ്പോകും? ഒരു സർഫല്ലനാമ ചൊല്ലുമ്പോ എത്ര സലാത്തി ചൊല്ലിപ്പോകും? അപ്പോ എത്രയാണ് പ്രതിഫലം എണ്ണവും കണക്കും പറയാൻ കഴിയില്ല ഒരു മൗലിദ് ഓതിയാൽ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, എല്ലാവരുടെ വീട്ടിലും മൗലിദ് ഓതണം. അതിന് കുറെ ആളുകളെ ക്ഷണിക്കാൻ കഴിയാത്തവര് സ്വന്തം വീട്ടിൽ ഭാര്യക്കും മക്കൾക്കൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, സ്വന്തവും നല്ലോണം തിന്നുക. അതോടുകൂടി മൗലിദിന്റെ കിതാബ് എടുത്ത് വെച്ചിട്ട് മൗലിദ് ഓതുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസത്തിൽ അവിടുത്തെ മദ്ഹ് ചൊല്ലുക, മദ്ഹ് പറയുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ചിലരൊക്കെ പറയും മുസ്ലിംമാര് മൗലിദ് ഓതണമെന്ന് പറയും, അവര് മൗലിദ് വീട്ടിൽ നടത്തൂല. അത് വെറുതെ പറയാം. എന്റെ നാട്ടിൽ ഏറ്റവും വിപുലമായിട്ട് മൗലിദ് വയ്ക്കുന്ന ആൾ ഞാനാണ്. ഞാൻ കിബിർ പറഞ്ഞല്ല, അള്ളാഹുവിന്റെ നിയമത്ത് പറയാം. അതുകൊണ്ട് നമ്മൾ അത് വെറുതെ പറയാം. മുസ്ലിംമാരെ ചെയ്യൂല എന്ന് വെറുതെ പറയാം. അങ്ങനെ പറയാൻ പാടില്ല, അറിയാതെ പറയാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിന്റെ കുറ്റക്കാരൻ. നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവരാണ്. കാരണം അത് അഭിമാനത്തോടെ നമുക്ക് സന്തോഷിക്കാനുള്ള നേതാവാണ്. بشرى لنا معشر الإسلامين لنا من العناية ركنا غير منهدم لما دعا الله داعنا لطاعته بأكرم الرسل كنا أكرم الأمم. حبيبنا النبي صلى الله عليه وسلم തങ്ങളെ ഉമ്മത്തുകളായി അല്ലാഹു നമ്മെ നിശ്ചയിച്ചുവല്ലോ. അൽഹംദുലില്ലാഹ്. ആ നിഅമത്തിന് എത്ര നന്ദി ചെയ്യണം സഹോദരന്മാരെ. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ലോകത്ത് ഇന്നേ വരെ ഒരു വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ, ഒരക്ഷരം മാറിപ്പോകാതെ, ഒരാൾക്കും ഒരു കൈകടത്തലിനും സാധിക്കാതെ അന്ത്യനാൾ വരെ സൂക്ഷിക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ വെല്ലുവിളി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. ഇതുപോലൊരു ഗ്രന്ഥം പോകട്ടെ, ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെ വെല്ലുവിളിയോടുകൂടി നിലനിൽക്കുന്ന ആ പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. ഇന്നക ലമിനൽ മുർസലീൻ. ഓ നബിയേ, അവിടുന്ന് അല്ലാഹു തആല നിയോഗിച്ചേച്ച് പറഞ്ഞേച്ച മുർസലീങ്ങളിൽ പെട്ടവര് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു 100-200 വർഷങ്ങൾക്ക് മുമ്പ്, ഓ സുഹൃത്തുക്കളെ, പ്ലെയിൻ ഉണ്ടായിരുന്നോ? ട്രെയിൻ ഉണ്ടായിരുന്നോ? ബസ്സുണ്ടായിരുന്നോ? സൈക്കിൾ ഉണ്ടായിരുന്നോ? ഇന്നുള്ള യന്ത്രവൽക്കരണ വാഹനങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ലെന്നുറപ്പല്ലേ. എന്നാൽ 1400-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഖുർആനിന്റെ മഹത്വം നമ്മൾ അറിയണം. ആ പരിശുദ്ധ ഖുർആൻ അക്കാലഘട്ടത്തിലുള്ള വാഹനങ്ങൾ എണ്ണിപ്പറഞ്ഞു ഒരു സ്ഥലത്ത്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ. കുതിരയും ഗോവറുകഴുതയും കഴുതയും ഒട്ടകവുമൊക്കെ പരിശുദ്ധ ഖുർആൻ അക്കാലങ്ങളിലുള്ള വാഹനങ്ങൾ എണ്ണി